മനോരമ ചാനൽ വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തുവിട്ട് തുടങ്ങുമ്പോൾ സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്തുള്ള 5 ജില്ലകളിലെ ജയസാധ്യതകളാണ് അവർ ജനങ്ങളുമായി പങ്കുവച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംസ്ഥാന ഭരണത്തിലേക്ക് എത്തിക്കുന്നതിൽ അതിനിർണായക പങ്കുവഹിച്ച ഈ ജില്ലകളിൽ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി UDF അനുകൂലമായ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ അവരുടെ അവതരണത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. പൊതുവെ അവർ 2021 തെരഞ്ഞെടുപ്പ് ഫലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ടിംഗ് ആരംഭിച്ചത്. നമുക്കറിയാവുന്ന പോലെ സാധാരണഗതിയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയെ ഭരണകക്ഷിയാക്കുന്നതും പ്രതിപക്ഷത്തെ എത്തിക്കുന്നതും 1-2% വോട്ടിംഗ് വ്യത്യാസത്തിലാണെങ്കിൽ ഏറ്റവും അവസാനം നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5% മുൻതൂക്കം ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കുകയുണ്ടായി. അതിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ വടക്കൻ ജില്ലകളിലെ 48 മണ്ഡലങ്ങളിൽ മലപ്പുറം പോലെയുള്ള ജില്ലയിൽ വലിയ മുൻതൂക്കം UDF ഉണ്ടെങ്കിൽ പോലും 48 മണ്ഡലങ്ങളിൽ അവർക്ക് 20 സീറ്റുകളിൽ മാത്രം വിജയിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്. നോക്കൂ, മനോരമ ചാനലിന്റെ റിപ്പോർട്ടിംഗിൽ അവർ പറയുന്നു, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളെ പരിശോധിക്കുമ്പോൾ വ്യക്തമായ തരത്തിൽ UDF മുൻതൂക്കമുണ്ടാക്കാൻ മലപ്പുറത്തിനും കോഴിക്കോടിനും കണ്ണൂരിനും കഴിയുമെന്ന് പറയും. കാസർഗോഡ് നിലവിലുള്ള അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകില്ല എന്നുള്ള അവരുടെ കണക്കുകൂട്ടലുകളെ നമുക്കും ശരിവെക്കാം. കാസർഗോഡും മഞ്ചേശ്വരത്തും, പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് BJPക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ കാലങ്ങളെക്കാൾ വ്യക്തമായ തരത്തിൽ UDF മഞ്ചേശ്വരത്ത് അവരുടെ വിജയം ആവർത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാസർഗോഡാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മെച്ചപ്പെട്ട തരത്തിൽ വിശിഷ്യ കേരളത്തിലെ മുസ്ലിം വിഭാഗം BJP കൈക്കൊള്ളുന്ന പല സമീപനങ്ങളിൽ കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ ഉത്കണ്ഠ രേഖപ്പെടുത്താൻ ഉതകുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഇവിടെയും ശക്തമാകുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായി ഉത്തരവാദിത്ത ബോധത്തോടെ അവരുടെ രാഷ്ട്രീയ ബോധം വടക്കൻ ജില്ലകളിൽ രേഖപ്പെടുത്തുമെന്നതുകൊണ്ട് കാസർഗോഡ് ഉൾപ്പെടുന്ന മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് മനോരമ പറഞ്ഞ റിപ്പോർട്ടിനെ നമ്മൾക്കും ശരിവെക്കാം. എന്നാൽ കണ്ണൂരിലേക്ക് വരുമ്പോൾ നോക്കൂ, കണ്ണൂർ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ണൂരിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കുടിയേറ്റ കർഷകർക്ക് മുൻതൂക്കമുള്ള 2 മണ്ഡലങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ, പേരാവൂരും ഇരിക്കൂറും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള മേൽക്കൈ ഇടതുപക്ഷം ആവർത്തിച്ച് അവിടെ തെളിയിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ കണ്ണൂരിലെ CPIM പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുടെ ഇടയിലുണ്ടായ ചില പ്രശ്നങ്ങൾ UDF ചില സാധ്യതകൾ തുറന്നു കൊടുക്കും എന്ന തരത്തിലാണ് മനോരമയുടെ റിപ്പോർട്ടിംഗ്. അവരുടെ റിപ്പോർട്ടിങ്ങിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സർവേ നടത്തിയ സംഘങ്ങളുടെ റിപ്പോർട്ടിംഗ് ഏകപക്ഷീയമായി പങ്കുവെക്കുകയല്ല, മറിച്ച് ആ കണ്ടെത്തലിനോടൊപ്പം തന്നെ മനോരമ ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകൾ അവരുടേതായ അഭിപ്രായങ്ങൾ കൂടി പറയുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങളുടെ അവതരണം. അപ്പോഴും കിട്ട മത്സരങ്ങൾ നടക്കുന്നു എന്ന് സൂചന നൽകുന്ന ഹോട്ട് സീറ്റുകൾ എന്ന പരാമർശത്തിൽ അവർ തളിപ്പറമ്പിനെയും കണ്ണൂരിനെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി കണ്ണൂർ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ച് തന്നെ നോക്കുമ്പോൾ
കഴിഞ്ഞ വർഷം അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഈ പ്രാവശ്യം നേരത്തെ പറഞ്ഞ പല സാഹചര്യങ്ങൾ കൊണ്ടുകൂടി കണ്ണൂരിലെ സീറ്റ് ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടപ്പെടും എന്നത് നമുക്ക് ഏകദേശം വ്യക്തമായി മനസ്സിലാവും. എന്നാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള തളിപ്പറമ്പ് പോലുള്ള മണ്ഡലങ്ങളിൽ ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ CPIഎമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ് പാർട്ടി വിട്ട് UDFന്റെ ചേരിയിൽ വന്നു നിന്ന് മത്സരിക്കുമ്പോൾ ആ സീറ്റിൽ ഒരു നെറ്റ് ടു നെറ്റ് പോരാട്ടമാണ് നടക്കുന്നതെന്ന് മനോരമ പറയുന്നതിന്റെ പിന്നിൽ അവരുടേതായ ചില അജണ്ടകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേസമയം കണ്ണൂരിൽ അഴീക്കോട്, കൂത്തുപറമ്പ് പോലെയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് അവിടെ മത്സരം കഴിഞ്ഞ നാളുകളേക്കാൾ കടുപ്പമേറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ണൂരിൽ ഇത്തരത്തിൽ കൂത്തുപറമ്പും അഴീക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായ വ്യക്തമായ ചില മുന്നേറ്റങ്ങളുടെ തകിടം മറിക്കും വിധം ന്യൂനപക്ഷ സമുദായങ്ങൾ അവർ ഇന്ന് CPIഎമ്മിൽ കാണുന്ന ചില ഉത്കണ്ഠകൾ സ്വാഭാവികമായി ആ മത്സരം, ആ പ്രദേശത്തെ മത്സരം ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയ മാറ്റത്തെ സംബോധന ചെയ്യാൻ എന്തുകൊണ്ടാണ് മലയാള മനോരമ മറന്നു പോകുന്നത്? ഇനി കോഴിക്കോടേക്ക് വന്നാൽ, കോഴിക്കോട് കഴിഞ്ഞ കുറെ നാളുകളായി UDFന് 2 സീറ്റുകളിൽ ജയിക്കാൻ കഴിയുമ്പോഴും കഴിഞ്ഞ നാളുകളിൽ കൊയിലാണ്ടി പോലെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ച ചരിത്രമുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് UDFന് വേണ്ടി വിജയിച്ചു കയറാൻ കഴിഞ്ഞിരുന്നില്ല. ആ സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന മനോരമയുടെ റിപ്പോർട്ടിനെ ശരിയായ സമീപനമായി നമുക്ക് കാണാം. ഈ മാറിയ സാഹചര്യത്തിൽ അവിടെ വളരെ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന കുറച്ചധികം മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പേരാമ്പ്ര എടുത്താൽ, കുറ്റ്യാടി എടുത്താൽ, അവിടെയൊക്കെ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ പോലും നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിജയം ആവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിലവിലില്ല എന്നുള്ള മനോരമയുടെ കണ്ടെത്തലിനെ നമുക്ക് അംഗീകരിക്കാം. അതേസമയം ഹോട്ട് സീറ്റ് എന്ന അർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിനെ എന്തുകൊണ്ടാണ് മലയാള മനോരമ പരിചയപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ബേപ്പൂർ ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് മുഹമ്മദ് റിയാസിന് 21,000-ലധികം വോട്ട് നേടി വിജയിക്കാൻ കഴിഞ്ഞത് ഒരു റെക്കോർഡ് ഭൂരിപക്ഷമായി അവിടെ നിൽക്കുമ്പോൾ ശ്രീ അൻവറിനെ പോലെയുള്ള വളരെ കൃത്യമായി രാഷ്ട്രീയ പ്രചരണം നടത്താൻ അറിയാവുന്ന, തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ കഴിയുന്ന കരുത്തുള്ള ആളാണ് എന്ന് പറയുമ്പോഴും അൻവർ ഉയർത്തുന്ന ഒട്ടേറെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ കരുത്ത് ബേപ്പൂരിൽ ഉണ്ടെന്നിരിക്കെ ബേപ്പൂരിൽ ഒരു നെറ്റ് ടു നെറ്റ് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന് മനോരമ പറയുമ്പോൾ പേരാമ്പ്ര പോലുള്ള ഇടങ്ങളിൽ അത്തരം മത്സരങ്ങൾ കടുക്കുമ്പോഴും അതിനെ കുറച്ചു കാണിക്കാനാണ് മനോരമ ശ്രമിച്ചത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ചൂരൽമല പോലുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പുനരുദ്ധാരണ പരിപാടികൾ വളരെ വിജയകരമായി നടപ്പാക്കിയെന്ന് ഒരു വശത്ത് അവർ പറയുകയും അത് ഏകദേശം ശരിയാണെന്ന് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഒളിച്ചോട്ടം ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന തരത്തിൽ കോൺഗ്രസ് അവർ നൽകിയ വാഗ്ദാനങ്ങളെ മറന്നുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലും വയനാട്ടിൽ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വലിയ വ്യത്യാസമാകുന്നില്ല എന്ന മനോരമയുടെ റിപ്പോർട്ടും നമുക്ക് ഭാഗികമായി നമുക്ക് അംഗീകരിക്കാം. അപ്പോഴും കൽപ്പറ്റയിൽ ശ്രീ സിദ്ദിഖിന്റെ ഭൂരിപക്ഷം കുറയുമെന്നോ കൂടുമെന്നോ മനോരമ പറയാൻ ശ്രമിക്കുന്നില്ല. ഒപ്പം തന്നെയാണ് കേരളത്തിന്റെ ക്യാബിനറ്റിലേക്ക് വളരെ വൈകിയാണ്
എത്തിയതെങ്കിൽ പോലും ആദിവാസി രാഷ്ട്രീയത്തിൽ നിന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആദ്യമായി ഒരു മന്ത്രി ഉണ്ടാകുന്ന ശ്രീ കേളുവിനെ പോലെ ഉള്ള മന്ത്രി മത്സരിക്കുന്ന മാനന്തവാടിയിൽ അദ്ദേഹത്തിന് ചെറിയ തരത്തിലുള്ള ഒരു മുൻതൂക്കം ഉള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. സുൽത്താൻ ബത്തേരി പോലെ കോൺഗ്രസിനുള്ളിൽ വലിയ കലാപങ്ങൾ നടന്ന ഒരിടത്ത് ആ കലാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും സുൽത്താൻ ബത്തേരിയിലും UDF ജയിക്കാൻ കഴിയും എന്നുള്ള മനോരമയുടെ റിപ്പോർട്ടിനെ നമുക്ക് ഭാഗികമായി അംഗീകരിക്കാം. ചുരുക്കത്തിൽ കാസർഗോഡും വയനാട്ടിലും വലിയ വ്യത്യാസങ്ങളില്ലാതെ LDF അവരുടെ സീറ്റുകൾ നിലനിർത്തുമ്പോൾ മലപ്പുറത്ത് കഴിഞ്ഞ നാളുകളിൽ വലിയ പരീക്ഷണങ്ങൾ നടത്തി മുസ്ലിം ലീഗിനെ വിറപ്പിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷത്തിന് അവർക്ക് നേടാൻ കഴിഞ്ഞ 4 സീറ്റുകളിൽ ഒരുപക്ഷെ 4 നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ അതിൽ ശരിയുണ്ട് എന്ന് തന്നെ നമ്മൾ അംഗീകരിക്കണം. നമുക്കറിയാവുന്നതുപോലെ LDFനെതിരെ UDF ഉയർത്തിയ വളരെ ഗൗരവതരമായ ഒരു ആരോപണം മോദി സർക്കാരുമായി പല കാര്യങ്ങളിലും LDF ഒത്തുപോകാൻ ശ്രമിക്കുകയും ഭൂരിപക്ഷ വർഗീയതയെ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ ന്യായീകരിക്കാൻ LDF നടത്തിയ ചില ശ്രമങ്ങൾ, വിശേഷിച്ച CPIഎമ്മിന്റെ നേതാക്കന്മാർ നടത്തിയ ചില പരാമർശങ്ങൾ, ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുടെ പേരിൽ അവർ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ മുസ്ലിം സമൂഹത്തിന് തന്നെ എതിരാണ് എന്നൊരു തോന്നലുണ്ടാക്കാൻ UDF വിജയിച്ചു എന്നതിന്റെ ഒരു പ്രതിഫലനം എന്ന തരത്തിൽ ത്രിതല പഞ്ചായത്തിൽ LDFന് സംഭവിച്ച വലിയ തിരിച്ചടി ഏറ്റവും വലിയ ആഘാതമായി മാറിയ മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ മുഴുവൻ സീറ്റുകളിലും LDFന്റെ കയ്യിലുണ്ടായിരുന്ന 4 സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും ആ വിലയിരുത്തൽ ശരിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ ഏറ്റവും അവസാനത്തെ ഒരു വിലയിരുത്തൽ എന്ന തരത്തിൽ മലയാള മനോരമ പറയുന്നത് LDFന് 11 മുതൽ 20 സീറ്റുകൾ വരെ നഷ്ടപ്പെടുമെന്നാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന ഈ വടക്കൻ ജില്ലകളിലെ ഈ ഫലത്തെ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും സീറ്റുകളിലെ LDFന് മുൻതൂക്കം ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായാൽ മാത്രമേ LDFന് 70 മുകളിലേക്ക് കടക്കാൻ കഴിയൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ മനോരമ ചാനലിന് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടെന്നിരിക്കെ അവർ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേ അവതരിപ്പിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരത്തെ സജീവമാക്കാൻ അവർ ശ്രമം നടത്തുമ്പോൾ അതിനെ വിമർശനാത്മകമായി ജനങ്ങളും മറ്റാളുകളും വിലയിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ.